മൂന്നാറിൽ ടൂറ് പോകാനായി മോഷണം. കാഞ്ഞിരപ്പള്ളി ആനയ്ക്കലിലെ വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. സംഭവത്തിൽ 3 പേർ പോലീസിന്റെ പിടിയിലായി. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. മൂന്നാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ മോളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കുടുംബസമേതം വ്യാഴാഴ്ച രാവിലെയായിരുന്നു ഇവിടുന്ന് പോയിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച 23-ാം ശനിയാഴ്ച രാത്രിയാണ് മോഷ്ടാക്കൾ കയറിയത്. വെളുപ്പിനെ 6 മണിക്കാണ് പത്രം ഇടാൻ വരുന്ന ചേട്ടനാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അന്വേഷണം വളരെ ഊർജിതമാക്കി. ഡോഗ് സ്ക്വാഡ് വന്നിരുന്നു, ഫിംഗർ എക്സ്പേർട്ടുകൾ വന്നിരുന്നു, സൈബർ ഫോറൻസിക് വിഭാഗങ്ങൾ വന്നിരുന്നു. അവരുടെ അത്രയ്ക്കുള്ള എല്ലാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. അതിന് പ്രത്യേകം കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള നിസ്സീമമായ നന്ദി ഞാൻ ഏറെ സ്നേഹത്തോടെ രേഖപ്പെടുത്തുന്നു. വീട് കുത്തി തുറന്നാണ് ടൂറ് പോകാൻ മോഷണം നടത്തിയിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ആളുകൾ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, എപ്പോഴാണ് ഈ മോഷണം നടന്നത്? എങ്ങനെയാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? അക്ഷയ, മെയ് 23-ന് രാത്രിയാണ് ഈ മോഷണം നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ആന്റണി ജോസഫിന്റെ വീട്ടിൽ നിന്ന് കയറിയാണ് ഇത്തരത്തിൽ ഈ സംഘം, 3-അംഗ സംഘമാണ് അകത്തേക്ക് കയറി 75,000 രൂപയും 3 പവൻ സ്വർണവുമാണ് അന്ന് മോഷ്ടിച്ചത്. അതിനുശേഷം ഈ മോഷണത്തിന് ശേഷം ഈ സ്വർണം പണയം വെച്ചതിന് ശേഷം ആ പണവുമായി ഈ സംഘം നേരെ പോയത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലേക്ക് പോയി ആണ് ഇത്തരത്തിൽ അവിടെ അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ മോഷണം നടത്തിയത് എന്നതാണ് പോലീസിനെ ഇവർ കുറ്റസമ്മത മൊഴിയായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്ന് ഈ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പർദ്ദ ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതികളിലേക്ക് ഒരു തരത്തിലും എത്താത്ത തരത്തിലായിരുന്നു ഈ സംഘം അകത്തേക്ക് കയറിയത്. മാത്രമല്ല CCTV ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒക്കെ തന്നെ തുണി ഉപയോഗിച്ച് മറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവർ എത്തിയ ഈ കാറ് അതിൻ്റെ അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 3 പേരെ നിലവിൽ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതിൽ കാഞ്ഞിരപ്പള്ളി കൊടുവന്താനം സ്വദേശിയായിട്ടുള്ള 19 വയസ്സുള്ള അജിത് അനിലാണ് കേസിലെ 1-ാം പ്രതി. മറ്റ് 2 പേർ കൂടിയുണ്ട്. ഈ 2 പേരും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. ഇവർ കോളേജ് വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ടൂർ പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ മോഷണം നടത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കിണറുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ മോട്ടറുകളുടെ മോഷണം വലിയ രീതിയിൽ വ്യാപകമായിട്ടാണ് ഉണ്ടായിരുന്നു. പോലീസ് പറയുന്ന അനുസരിച്ച് അത്തരത്തിലുള്ള മോഷണത്തിന്റെ പിന്നിലും ഈ സംഘമാണ് എന്നാണ് പറയുന്നത്. അതായത് 4,000-5,000 രൂപ വരുന്ന മോട്ടറുകൾ ഇത്തരത്തിൽ പതിവായി മോഷണം പോകാറുണ്ട്. അങ്ങനെ ഏകദേശം 50ഓളം വീടുകളുടെ കിണറുകളിൽ നിന്ന് ഈ സംഘം ഈ മോട്ടറുകൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഈ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതിന് പിന്നിലും ഈ സംഘമാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്.